നമ്മൾ നോക്കും. ഇപ്പോൾ ഇതിൽ ഞാനൊരു ഉദാഹരണം പറയാം. MLA അല്ല എങ്കിലും ഷാഫി പറമ്പിൽ പാലക്കാട് നിന്ന് ഇവിടെ കോഴിക്കോട് വരുമ്പോൾ ഹീറോ താരമായിട്ടാണ് വന്നത്. 2 വർഷം CPM ആകട്ടെ BJP ആകട്ടെ അദ്ദേഹത്തിൻ്റെ താരപരിവേഷം, അദ്ദേഹത്തിൻ്റെ ഇമേജ്, പ്രതിച്ഛായ പിന്നെ ഇതിൽ മങ്ങലേൽപ്പിക്കാൻ വേണ്ടി നടത്തിയ എല്ലാ ശ്രമങ്ങളും ഈ 2 വർഷവും പാഴാകുക ചെയ്ത്. അദ്ദേഹം MP ആവുന്നത് മുതൽ ഇപ്പോൾ ഈ അസംബ്ലി തെരഞ്ഞെടുപ്പ് പൂർത്തിയാകുന്നത് വരെ ആ താരപരിവേഷത്തോടു കൂടിയാണ് വോട്ടെണ്ണലിൻ്റെ ആ ദിവസം വരെ അദ്ദേഹം ഉള്ളത്. ഈ മുഖ്യമന്ത്രി ചർച്ച ആരംഭിച്ചതോടുകൂടി അദ്ദേഹത്തിൻ്റെ പ്രതിച്ഛായ അങ്ങനെ ഇടിഞ്ഞ് താഴ്ന്ന് നമ്മൾ കാണുന്നുണ്ട്. അദ്ദേഹത്തിനെതിരെ സോഷ്യൽ മീഡിയയിൽ കാണുന്ന പിന്നെ വളരെ തോതിലുള്ള പിന്നെ ഈ പ്രചരണങ്ങൾ, അദ്ദേഹത്തിനെതിരായിട്ടുള്ള പരാമർശങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അതേ ഭീഷണി അദ്ദേഹത്തിൻ്റെ താരപരിവേഷമൊന്നും ഇല്ലാതെ ഈ തെരഞ്ഞെടുപ്പിൽ മാത്രം കടന്നു വന്ന പല ആളുകളുണ്ട്. അവർക്ക് അവരുടെ ഇമേജ് സംരക്ഷിക്കണം. കോൺഗ്രസ്സിൽ നമ്മൾ കണ്ടിട്ടുള്ള ഒരു പാരമ്പര്യ രീതി എന്നുള്ളത് ഒരു മണ്ഡലത്തിൽ ഒരിക്കൽ ജയിച്ചു കഴിഞ്ഞാൽ ആ മണ്ഡലം അവരുടെ ഒരു സ്വതന്ത്ര കോട്ടയായിട്ട് നിലനിർത്തി അവിടുത്തെ അവകാശവാദം നിലനിർത്തി അത് കാലാകാലം അവരുടെ ഒരു മണ്ഡലമായി നിലനിർത്തിക്കൊണ്ടാണ് അവർ ജയിച്ചു വരാറുള്ളത്. അല്ലാതെ ഈ മറ്റ് പിന്നെ ലീഗിലെയോ CPM-ലെയോ പോലെ മണ്ഡലം മാറുന്ന പിന്നെ പ്രതിഭാസമൊന്നും അതിലില്ല. അത് അവരുടെ ഒരു സ്വന്തം കോട്ടയാണ്. അവിടെ നിലനിൽക്കണമെങ്കിൽ അവർക്ക് അവരുടെ ഇമേജ് സംരക്ഷിച്ചേ പറ്റൂ. സ്വാഭാവികമായി VD സതീശൻ നയിക്കുന്ന മന്ത്രിസഭയിൽ അതിൻ്റെ മെറിറ്റിനനുസരിച്ച് ജനങ്ങളുടെ ഹിതത്തിനനുസരിച്ചുള്ള തീരുമാനങ്ങളും ഭരണവും ആണ് നടക്കുന്നതെങ്കിൽ അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് ഇവരുടെ ബാധ്യതയായി മാറും. ഇപ്പോഴുള്ള ഈ KC വേണുഗോപാൽ ഇവർക്ക് മേൽ ചുമത്തി വെച്ചിരിക്കുന്ന ഈ പിടി സ്വാഭാവികമായും അവർ സ്വതന്ത്രരാകുകയും ചെയ്യും. അതേപോലെ തന്നെ ഈ മന്ത്രിസഭയിലെ ഇതുപോലെയുള്ള പിന്നെ വലിയ താരങ്ങൾ, അല്ലെങ്കിൽ ഈ പിന്നെ K മുരളീധരനെ പോലെ താങ്കൾ പേര് സൂചിപ്പിച്ച പോലുള്ള ആളുകൾ, അവരുടെ സ്വതന്ത്രമായ ഭരണമായിരിക്കും ഇവിടെ നടക്കുക. സ്വാഭാവികമായി ഇത് പിന്നെ നമുക്ക് പറയാം, അത് KC വേണുഗോപാലിൻ്റെ നിയന്ത്രണം ഇതിലുണ്ടാവും, ഹൈക്കമാൻഡിൻ്റെ നിയന്ത്രണം ഇതിലുണ്ടാവും. പക്ഷേ ആ നിയന്ത്രണം ഫലത്തിൽ പ്രവർത്തിക്കാൻ പോകുന്നില്ല എന്നാണ് ഞാൻ